ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഉള്ളത് പയ്യന്നൂരാണ്. അപ്പം നമ്മുടെ ഒരു ചങ്ങാതി നമ്മുടെ കൂടെയുണ്ട്, ശരത് എന്നാണ് ആളുടെ പേര്. അപ്പോൾ ഇത്ര 2 വർഷമായിട്ട് ശരത്ത് സൗദിയിലായിരുന്നു, ഇപ്പോഴാണ് ലീവിന് വന്നിരിക്കുന്നത്. അപ്പം ശരത്ത്, നീ എൻ്റെ വ്ളോഗ് കാണാറുണ്ടോ? പിന്നെ ആ വ്ളോഗ് നമ്മൾ അവിടുന്ന് മൊബൈലിലെല്ലാം കാണാറുണ്ട്, യൂട്യൂബിൽ ആണല്ലേ. ആക്ച്വലി ഞാൻ എൻ്റെ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം വൺ ഓഫ് ദ റീസൺ ശരത്താണ്. കാരണം ശരത്തിനായിരുന്നു ആദ്യം യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ പല വീഡിയോസിലും ഞാനും ശരത്തും പിന്നെ നമ്മുടെ വേറെ പല സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. അപ്പം ഇപ്പോൾ നേരെ ഓപ്പോസിറ്റ് ശരത്താണ് എൻ്റെ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അതെ, ഇന്നൊരു അടിപൊളി റിസോർട്ടിലേക്കാണ് പോകുന്നത്. അതെ, ഇന്ന് നമ്മളൊരു ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ട് അല്ലേ. നമ്മളൊരു ട്രോപ്പിക്കൽ ബ്ലൂ എന്ന് പറഞ്ഞ ഇവിടെ തൃക്കരിപ്പൂരുള്ള സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? തൃക്കരിപ്പൂര് മാടക്കാൽ. അവിടെ എന്തോ ബോട്ടിന്റെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അതിപ്പോ വന്ന റിസോർട്ടാണ്, കാരണം നമ്മൾ ഇത്ര അടുത്തായിട്ട് നമ്മളത് അറിഞ്ഞില്ല. അതെ അതെ, അപ്പൊ നമ്മൾ അടുത്ത് നീ അറിയാൻ വഴിയില്ല, നീ സൗദിയിലാണല്ലോ. അപ്പൊ ഗൈസ്, നമ്മള് ഇപ്പൊ അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ബാക്കിയുള്ള വിഷ്വൽസും കാര്യങ്ങളും കാണിച്ചു തരാം. അതെ ഗൈസ്, അപ്പൊ നമ്മളിപ്പോ പയ്യന്നൂര് പോവാണ്. സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ ഇത്ര ലേറ്റ് ആയതുകൊണ്ട് അവിടെ ഫുഡും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ നമ്മൾ മേടിച്ചിട്ട് വേണം പോകാനുള്ളത്, അല്ല സ്ഥലത്ത്. അതെ, അപ്പൊ നമ്മള് എന്തെങ്കിലും ചിക്കൻ ഐറ്റംസ് എന്തെങ്കിലും വാങ്ങിയിട്ട് പോവാം. ഇന്ന് രാത്രിക്കുള്ള ഡിന്നർ എല്ലാം കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളിയാക്കിട്ട് പോവാം. സംഭവം അവിടെ നല്ല അടിപൊളി പൂളുണ്ടെന്നാണ് അവിടുത്തെ കെയർ ടേക്കർ നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി മാക്സിമം പൂളിൽ എൻജോയ് ചെയ്യുന്നു. നമ്മളെ വൈബ്. അതെ, നമ്മള് ഏതായാലും ശരത്തിനെ കണ്ടത് 2 കൊല്ലമായല്ലോ. അപ്പൊ കണ്ടതിന്റെ ഒരു സന്തോഷവും ഒരു എൻജോയ്മെന്റും അല്ലേ സ്ഥലത്ത്. അപ്പം നമ്മുടെ വേറെ 2 ചങ്ങാതിമാർ ഇനി വരാനുണ്ട്. അപ്പം നമ്മൾ ആദ്യം പോയി എല്ലാം സെറ്റ് ആക്കും. അതെ, നമ്മൾ ആദ്യം പോയിട്ട് അവിടെ റൂം നോക്കുന്നു, റൂം എടുക്കുന്നു, എല്ലാം നോക്കുന്നു. എന്നിട്ട് അതിനുശേഷം അതെ 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 അപ്പൊ നമുക്ക് നേരെ സാധനമൊക്കെ മേടിച്ചിട്ട് നേരെ റൂമിലേക്ക് പോകാം ഗൈസ്. അതെ ഗൈസ്, അപ്പൊ നമ്മള് പയ്യന്നൂര് പോവായിരുന്നു അല്ലെ ചേർത്തെ. എല്ലാരും പരിചയപ്പെടുത്തി. പേര് പറഞ്ഞേ. മിൻഹാജ്. നിന്റെ ഈ പുള്ളി ഇതാ, ഒരു പുള്ളി ഇവിടെ ഒളിച്ചിരിക്കുന്നുണ്ട്. പേര് പറഞ്ഞേ. ഗൈസ്, നമുക്ക് വഴി നീട്ടിയ കുറച്ച് ഫ്രണ്ട്സ് ആണ്. അപ്പൊ എത്ര ക്ലാസ് എല്ലാരും? 10th. ഇവിടെ വെള്ളൂരല്ലേ. അടിപൊളി. പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു എല്ലാ ടൈം? 10th ക്ലാസ് അല്ലേ? നിങ്ങളിനി A+ അടിക്കൂലേ? ഇനി അടുത്ത പരിപാടി എന്താ? വീട്ടിൽ പോയിട്ട് ചായ കുടിക്കണം, മിച്ചർ തിന്നണം, ട്രൗസർ ഇടണം, കളിക്കാൻ പോണം അല്ലേ. നമ്മള് ഇപ്പം വന്നതാണ് പുറത്തുനിന്ന്. അല്ല, ഞാൻ സൗദിയിലുണ്ടായി. പുറത്തുനിന്ന് വന്ന് എല്ലാരും കൂടി ഒന്നിച്ച് ഇങ്ങനെ നമ്മളിപ്പോ ഇവിടെ അടുത്ത് തൃക്കരിപ്പൂര് സമയമില്ല, അതുകൊണ്ട് തൃക്കരിപ്പൂരാക്കി. ഓക്കെടാ. ഓക്കെ ആ ഡോർ അടച്ചോ. ഓക്കെ. നമ്മളിപ്പം ബാക്കോട്ട് പോകണമെങ്കിൽ ഏഴുമലയാണ്, മുമ്പോട്ട് പോകണമെങ്കിൽ ചന്ദര. അല്ലാതെ സ്ഥലത്ത് മുമ്പോട്ട് തൃക്കരിപ്പൂര് ചന്ദര നിയറസ്റ്റ് ടൗൺ. അതുപോലെ നമ്മുടെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷന് മാറ്റമല്ലേ ചേർത്ത്? അത് നല്ലൊരു ഡെവലപ്മെന്റ് ആണ്. ഞാൻ ഇന്നലെ പോയി കസിനെ കൊണ്ടുവിടാൻ. ആ സമയത്ത് നല്ല ഡെവലപ്മെന്റ് ആണ്. ഞാൻ 2 വർഷത്തിന് മുന്നേ കണ്ട പയ്യന്നൂർ സ്റ്റേഷനേ അല്ല ഇപ്പോഴും അവിടെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക. അത് ശരി. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മൊത്തം എല്ലാ റെയിൽവേ സ്റ്റേഷനും അവര് നന്നായി ചെയ്യുന്നുണ്ട്, നന്നായിട്ട് റിനോവേറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കാസർഗോഡ് സ്റ്റേഷനും അതുപോലെ തന്നെ ഒരു നന്നായിട്ട് അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചന്ദന ലോക്കൽ സ്റ്റേഷൻ ഇല്ലേ, അതുപോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതുപോലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അത് ശരി. നോ റഷ് കേട്ടാ, നോ റഷ് കണ്ടാ ആ വണ്ടിയുടെ പിറകിൽ. അവനാണ് ഇത്രയും സമയം അവിടെ ബ്ലോക്ക് ഉണ്ടാക്കിയത്. അതെ, അവനാണ് കൂടുതൽ റഷുള്ളത്. അവനാണ് ആ കലൂരി ബ്ലോക്ക് മൊത്തം ഉണ്ടാക്കിയ അവനാണ്. കഴിഞ്ഞ കൊല്ലം നമ്മള് കലൂരി ഇവിടുന്ന് ലൊക്കേഷൻ എനിക്ക് തോന്നുന്നു, ഇവിടുന്ന് ലെഫ്റ്റ് റോഡ് ഉണ്ട്.
മേ ബി എന്റെ സംശയം അങ്ങോട്ടാണോ പിന്നെ അല്ലെങ്കിൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ബസ് സ്റ്റോപ്പ് ഒന്ന് ലെഫ്റ്റ് ആയിരിക്കാനാണ് ചാൻസ്. അപ്പൊ നമ്മള് കറക്റ്റ് റൂട്ടിലാണ്. 8 മിനിറ്റ് 3.5 കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ. 3.5 കിലോമീറ്റർ. അത് ശരി. നമ്മള് വളരെ അടുത്തായിരുന്നു. പൊളിച്ച് അല്ലേ? നമ്മൾ ഇന്നെന്താ പരിപാടി? അടിച്ചു പൊളിക്കുന്നു. നമ്മള് ശരത്തിന്റെ ഹോം കമ്മിങ് അടിച്ചു പൊളിക്കുന്നു. ഇന്നത്തെ ദിവസം പൂളിൽ. അതെ, ഇന്നത്തെ ദിവസം പൂളിലും വെള്ളത്തിലും. അതെ, അകത്തും വെള്ളം പുറത്തും വെള്ളം എല്ലാം കൊണ്ട് പൊളിക്കാൻ. ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് റൈറ്റ് ഓട്ടെ. കാരണം എന്താ 2-3 റോഡ് വരുമ്പോ കൺഫ്യൂഷൻ. വേറെ ഒരു ഉടുമ്പൻതല മടക്കൽ റോഡ്. ഓക്കെ ഇവിടുന്ന് സ്ട്രൈറ്റ് ആടാ. പാടല്ലേ, കോപ്പറേറ്റ് വരും. അത് ശരി, അത് കോപ്പറേറ്റ് ഒന്നും വരില്ലേ? വന്നാലേ പ്രശ്നമുള്ളൂ. ഗൈസ്, അപ്പൊ നമ്മളിപ്പോൾ മാടക്കാൽ ബ്രിഡ്ജിലാണ്. ഇവിടെ ഒരു പണ്ടൊരു പാലം ഉണ്ടായിരുന്നു എല്ലാ സ്ഥലത്തെ. അതെ, ഒരു പാലം ഉണ്ടായിരുന്നു, ഒരു തൂക്കുപാലം. അതെ അതെ, പാലം ഉണ്ടാക്കി കഴിഞ്ഞ 1 മാസത്തിനുള്ളിൽ അത് തകർന്നു. അതിവിടെ ഈ ഒരു ഏരിയയിൽ എവിടെയാണ് കറക്റ്റ് സ്പോട്ട് ഇപ്പൊ അറിയത്തില്ല. നല്ല അടിപൊളി, നമുക്ക് വൈകിട്ടൊക്കെ സന്ധ്യക്കൊക്കെ ഇരിക്കാൻ പറ്റിയ സ്പോട്ടാണ് ഇത് ഗൈസ്. അവിടെ കണ്ട തോണി ഷൂട്ട് ചെയ്യും, കാണുന്നുണ്ട് അതിൽ. തോണി ചെറുതായിട്ട് കാണാം. ഉണ്ട് ഓണ എന്താണ് ശരത്ത് എനിക്ക് പറയാനുള്ളത് നിന്റെ ഈ സ്ഥലത്തെ കുറിച്ച്? ഈ സ്ഥലമാണ് പ്രകൃതി രമണീയമായ സ്ഥലം. പ്രകൃതി രമണീയരാ? പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. അതെ, അല്ല നമുക്ക് വൈകിട്ടൊക്കെ അടുത്താണ് ഫ്രണ്ട്സിന്റെ ഒപ്പം ഒക്കെ ഇവിടെ വന്നിരിക്കാൻ നല്ലൊരു സ്ഥലമല്ലേ? പക്ഷെ ഇവിടെ കടകളൊക്കെ അടഞ്ഞെടുക്കും, അതെന്താ അറിയത്തില്ല. ഇപ്പൊ ആൾക്കാർ കുറവാണ്. ഇന്ന് നമ്മൾ ഡ്യൂട്ടിയല്ലടാ, വീക്കെൻഡൊക്കെ ആണെങ്കിൽ സൺഡേ ഒക്കെ ആൾക്കാരുണ്ടാവും. നല്ല രസമല്ല ഇവിടെ. നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് കുറച്ച് സമയം സംസാരിക്കണമെങ്കിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇവിടെ എന്തുകൊണ്ടൊരു ബിസിനസ് ഐഡിയ വന്നോണ്ട് ഇവിടെ ഒരു തട്ടുകടയുണ്ട്. പക്ഷേ ഇട്ട് കഴിഞ്ഞാൽ അവരപ്പ ഓപ്പൺ ചെയ്യും. നീ കണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം മറ്റേ ചായ കെട്ടുന്നൊരു തൃക്കരിപ്പൂര് തിരക്കാ ഇവിടെ റീൽസ്. അതെ, ഭയങ്കര അതെ അതെ, അവിടെ നിൽക്കാൻ ഒരു വൈബില്ല. ഇപ്പൊ നാട്ടുകാർക്കുണ്ടല്ലോ എസ്തെറ്റിക് ചായക്കട. അതായത് ഒരു സാധാരണ ചായക്കടയാണ്. അവിടെ ബാക്കി എല്ലാ ഷോപ്പിലും കിട്ടുന്ന ചായയും കടിയൊക്കെ അവിടെ ഉള്ളത്. പക്ഷെ വൈബ്, അതായത് ഒരു പഴയ വീടാണ്. ആ വീടൊന്ന് മോഡിഫൈ ചെയ്ത് കുറച്ച് നല്ല മഞ്ഞ പെയിന്റ് ഒക്കെ അടിച്ചു. പിന്നെ പക്ഷെ ഒരു ലൊക്കേഷൻ അടിപൊളി ലൊക്കേഷനാണ്. അതായത് റിവർ സൈഡ് ആണെന്ന് തോന്നുന്നല്ലേ? ഒരു റിവർ സൈഡ് അല്ലടാ, അതൊരു കായലിന്റെ സൈഡിലാണ്. അപ്പൊ കായലിന്റെ സൈഡിൽ അതുപോലെ തന്നെ കുറച്ച് പുൽമേടൊക്കെ ഉണ്ട്. കുറച്ച് പുല്ല് അവിടെ നല്ല എന്താ ഈ മറ്റേ തെങ്ങില്ലേ, തെങ്ങിന്റെ തടി മുറിച്ചിട്ട് അവിടെ ഒരു കസേരയൊക്കെ ആക്കിയിട്ട് അടിപൊളിയാണ്. നല്ല എസ്തെറ്റിക് കഫേയാണ്. അപ്പൊ ആൾക്കാർക്ക് ഇപ്പൊ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്തെറ്റിക്സ് ആണ് ഇപ്പൊ ആൾക്കാർക്ക് വേണ്ടത്. നിങ്ങൾ ഈ സ്ഥലത്തെ ദൃശ്യഭംഗി നോക്കുക, ഇത് അടിപൊളി ലൊക്കേഷനാണ്. ഇതിന്റെ കറക്റ്റ് ലൊക്കേഷൻ മാടക്കാൽ ഗൂഗിൾ അടിച്ചാൽ മതി. മാടക്കാൽ ബോട്ട് ഹൗസ് ആണ്. നിങ്ങൾ ബോട്ട് ഹൗസ് നമുക്ക് അവിടെ ദൂരെ കാണാൻ സാധിക്കുന്നുണ്ട്. ബോട്ട് ഹൗസ് അവിടെ കാണാം. നമ്മളുടെ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു നമ്മളിപ്പോൾ ആദ്യം എത്തുന്നത്. അപ്പോൾ നമ്മൾ എത്തിയിട്ട് വേണം അവരിനി എത്താൻ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. കുറച്ച് ലേറ്റ് ആയിപ്പോയി അല്ലേ ശരത്തെ? കുറച്ച് ലേറ്റ് ആണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് നാളെ രാവിലെ എടുക്കാമല്ലോ. വണ്ടി പാർക്ക് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ റൂം അടിച്ചാൽ വേണ്ടി പോവാണ്. നല്ല കിടുക്കാച്ച റൂമാണ് ഗൈസ്, കിടുക്കാച്ച റൂം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്ന് നൈറ്റ് സ്റ്റേ ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്ന റൂം. അപ്പോൾ ഈ ഒരു റൂമാണ് എടുത്തിരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മുടെ ഞാനും ശരത്തും കിടക്കുന്ന റൂം. ശരത്ത് എങ്ങനെയുണ്ട് റൂം? ഒരു രക്ഷയില്ലല്ലേ, നമ്മളെ അടുത്ത് ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. അതെ, പറഞ്ഞ പോലെ ശരത്തിന് വളരെ അടുത്താണ്. കാരണം ശരത്തിന്റെ വീട് ഹാർഡ്ലി ഒരു 10 കിലോമീറ്റേഴ്സ് ഉള്ളൂ. എന്നിട്ടും ശരത്ത് അറിഞ്ഞില്ല ഈ സംഭവം അറിഞ്ഞില്ല. നമ്മളിപ്പോ എന്തായിട്ട് ഇത് എടുത്ത ഒരു വലിയൊരു കാര്യമാണ്. കാരണം അധികം ഓടാനൊന്നുമില്ല നമുക്ക് ഇടത്തേക്ക്. അതെ, നല്ല അടിപൊളി റൂമാണ്, നല്ല ആംബിയൻസ്. അതെ, AC യും കാര്യങ്ങളൊക്കെ ഉണ്ട്. AC ഉണ്ട്, ഫാനുണ്ട്, അടിപൊളി ബാത്റൂം ഒക്കെ വൃത്തിയൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ കോഫി ഉണ്ടാക്കുന്നു. ഷുഗർ ലൈറ്റ്, ഇത് വൈറ്റ് ഷുഗർ. ഒരു ഷുഗറും വേണ്ട. ഡയറ്റാണാ?
അതെ ഷുഗർ കട്ട. ഓക്കെ, അപ്പോൾ നമുക്ക് നല്ല അടിപൊളി ബ്രൂ കോഫി. എടാ കോഫിക്ക് ഷുഗർ വേണം? കോഫി ഷുഗർ വേണ്ട വേണ്ട വേണ്ട, അങ്ങനെ നീ ചായക്ക് ഷുഗർ ആഡ് ചെയ്തത്. നമ്മൾ അടുത്ത റൂം കാണിച്ചു തരാം ഗൈസ്. ഇതാണ് നമ്മൾ എടുത്തിരിക്കുന്ന വേറെ മുറി. അപ്പോൾ നമ്മുടെ ഇനി 2 സുഹൃത്തുക്കൾ വരാനുണ്ട്, ശനത്തും സുഭാഷിനും വരാനുണ്ട്. നല്ല അടിപൊളി റൂമാണിത്. ഗൈസ് നമുക്ക് ഈ 2 റൂമും കിട്ടിയിരിക്കുന്നത് ഏതാണ്ട് ഒരു 5K അടുത്താണ്. 5K നമുക്ക് 2 റൂം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കോമൺ ബാത്റൂം വരുന്നുണ്ട്. അതുപോലെ നമുക്ക് ഇവിടുന്ന് കുറച്ച് സംസാരിച്ചിരിക്കാൻ ഇവിടുന്ന് നല്ലൊരു ഹോള് വരുന്നുണ്ട്. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി ഉണ്ട്, നല്ല അടിപൊളി ബാൽക്കണി ഉണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമുക്ക് പൂള് കാണാൻ പറ്റും. അതിൻ്റെ എൻട്രൻസ് അവിടെയാണ്. അപ്പോൾ അതൊക്കെ കാണാൻ സാധിക്കും. നല്ല അടിപൊളി പൂളുണ്ട്. പിന്നെ അവിടെയൊക്കെ നമുക്ക് ഇഷ്ടം പോലെ ഒരു 4 കോട്ടേജ് ഉണ്ട് അവിടെ. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വ്യൂ. ചേർത്ത് എന്താ അത്? നല്ല ബ്രൂ ആക്കിയിട്ടുണ്ട്. ചേർത്തന്റെ സ്പെഷ്യൽ സൗദി നല്ല ബ്രൂ. സൗദിയിൽ എന്താ പറയാ കാപ്പിക്ക്? എവരിഡേ മിൽക്ക് പൗഡർ. സൗദിയിൽ കാപ്പിക്ക് എന്താ പറയാ? സൗദിയിൽ ഗാവ. കാവ. ഗാവ. ഗാവയാണോ കാവയാണോ? കാവ. അപ്പം ശരത്ത് പറയുന്നത് സൗദിയിലെ അറബിക് വേർഡ് ആണ് പറയുന്നത് കാവ. അപ്പൊ കാവ കുടിക്ക്. പിടി. താങ്ക് യു. അപ്പൊ ചിയേഴ്സ്. ചിയേഴ്സ്. പൊളി. ശരത്ത് ഏതാ ആംബിയൻസ് അല്ലേ? അടിപൊളി. ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമുക്ക് മോർണിംഗ് അടിപൊളിയായിരിക്കും. ഏർലി മോർണിംഗ് ഒരു 6 o'clock ഒക്കെ അടിപൊളിയായിരിക്കും വൈബ്. അതെ, നല്ലൊരു തണുത്ത കാറ്റൊക്കെ അടിക്കുന്നുണ്ട്. അവിടെ മറ്റേ നീ ആ കായൽ ഉണ്ടായിരുന്നു നമ്മുടെ അവിടെ തന്നെ കായലുണ്ട് അല്ലേ? അതുപോലെ നമുക്ക് ഇവിടുത്തെ നമ്മളിപ്പോ ചായ കൂടി കഴിഞ്ഞാൽ നേരെ നമ്മള് പൂളിലേക്ക് പോകും. പിന്നെ പൂളിലാണ് ഫുൾ എൻജോയ്. ഓക്കെ, ഇതാണല്ലേ പൂളിലേക്കുള്ള വഴി. ഇതാണ് നമ്മുടെ പൂള്. നമുക്ക് ഇവിടെ കോട്ടേജ് ഒക്കെ കാണാൻ പറ്റും. ഇവിടെ 4 കോട്ടേജ് ഉണ്ടല്ലേ? 1 2 3 കോട്ടേജ്. സെറ്റപ്പ് ആണല്ലോ. 3 കോട്ടേജ് അല്ലേ? 3 കോട്ടേജ് ഉണ്ട്. എല്ലാം 1 BHK കോട്ടേജാന്നാ പറഞ്ഞത്. അടിയില് ഡിന്നർ കഴിക്കാൻ. അടിയില് മറ്റേ ഫുഡ് കഴിക്കേണ്ട സെറ്റപ്പ് ഒക്കെ. ഹലോ ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഫുള്ള് വൈബെല്ലാം കഴിഞ്ഞ് നമ്മൾ എഴുന്നേറ്റിട്ട് നമ്മളിപ്പോൾ റിസോർട്ടിലാണ്. അപ്പം നമുക്ക് അടുത്ത റൂമിൽ പോയേക്കാം, അവിടെ എന്താ അവസ്ഥ നോക്കാം. അപ്പോൾ സുഭാഷ് ആയിട്ട് റെഡി ചെയ്ത്. ഓ മൈ ഗോഡ്, അന്തോണി സ്ലീപ്പിംഗ്. വേക്കപ്പ് വേക്കപ്പ്, അന്തോണി സ്ലീപ്പിംഗ്. അപ്പം എങ്ങനെയുണ്ട് ഇന്നലത്തെ വൈബ്? എങ്ങനെയുണ്ടായിരുന്നു? പൊളിയായിരുന്നില്ലേ? പൊളി മൂടായിരുന്നല്ലേ? നമ്മള് പൂളൊക്കെ കുളിച്ച് അടിച്ച് പൊളിച്ച് നല്ല അടിപൊളി AC റൂമിൽ സ്ലീപ്പിംഗ് ആയിരുന്നു. AC റൂമിൽ. അപ്പം വൈബ് എങ്ങനെ ഉണ്ടായില്ല? പൊളിയല്ലേ? ഹായ് ഗൈസ്, നമ്മളിപ്പോൾ നമ്മുടെ ട്രോപ്പിക്കൽ ബ്ലൂ റിസോർട്ടിലാണുള്ളത്. അപ്പോൾ റിസോർട്ടിലെ ഏർലി മോർണിംഗ് വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. നമ്മൾ ഇന്നലെ വരുമ്പോൾ നൈറ്റായി, അതുകൊണ്ട് നമുക്ക് നൈറ്റിലെ വീഡിയോ കാര്യങ്ങളൊന്നും കാണാൻ പറ്റിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഏർലി മോർണിംഗ് വ്യൂ ആണ് ഇന്ന് നിങ്ങൾ കാണുന്നത്. നമ്മുടെ റിസോർട്ടിൻ്റെ എൻട്രൻസ്, അതായത് ഇവിടെ ഫുള്ള് ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെയാണ്. പിന്നിലാണ് കേട്ടോ റിസോർട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്കിവിടെ കായലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇവിടെ നിന്നൊരു ബോട്ടിങ് ചെയ്യുന്നുണ്ടാരോ. ഇത് ഗവൺമെൻറ് ബോട്ടാണ് കേട്ടോ. കാലത്ത് തന്നെ നമുക്ക് അടിപൊളി ബോട്ടിൻ്റെ ഒരു വ്യൂ കിട്ടി. ശരിക്കും ഇവിടെ നിന്നാണ് ഈ ബോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ബോട്ട് ജെട്ടിയുണ്ട്. അപ്പോൾ ആൾക്കാരെ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് കുറച്ച് മുന്നോട്ട് കിടക്കാം. ഗാർഡൻ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ റിസോർട്ട് ബുക്ക് ചെയ്യുന്നവർക്ക് ഇതെല്ലാം യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിനൊന്നൊരു മുടക്കം കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. നമ്മുടെ വണ്ടി ഇവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗാർഡൻ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു, അതുകൊണ്ട് തന്നെ എല്ലാം വെള്ളത്തിലാണിപ്പോൾ.
ഇവിടെയുള്ള സീറ്റിങ് കാര്യങ്ങളൊക്കെ വെള്ളത്തിലാണ്. അതുപോലെ തന്നെ അടിപൊളി വെറൈറ്റി മരങ്ങളൊക്കെ ഉണ്ട് ഇവിടെ, ചെടികളും മരങ്ങളൊക്കെ. നല്ലൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ, ഗാർഡനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട്. വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ടിൻ്റെ ബൈക്കും ഇവിടെ ഉണ്ട്. ഇതാണ് നമ്മുടെ റിസോർട്ടിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നമുക്ക് ഇവിടെ നിന്നൊരു വ്യൂ എടുക്കാം. ഇതാണ് റിസോർട്ടിൻ്റെ നെയിം, ട്രോപ്പിക്കൽ ബ്ലൂ. പിന്നെ ഇവിടെയാണ് പൂള് വരുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി പൂള് നമ്മൾ ഇന്ന് രാത്രി യൂസ് ചെയ്തായിരുന്നു. 10 മണി വരെ പൂള് അലൗഡാണ്. പിന്നെ ഇവിടെ പൂളിൽ 3 കോട്ടേജ് ഉണ്ട്. ഇവിടെ 1, പിന്നെ അതുപോലെ തന്നെ ഇവിടെ 2 കോട്ടേജ്. അപ്പം നമ്മളെടുത്ത കോട്ടേജ് ഇതാണ്, ഒരു വീടാണ് മൊത്തത്തിൽ നമ്മളെടുത്ത്. ഇതാണ് പൂള്. സംഭവം അത്യാവശ്യം വലിയൊരു പൂളായിരുന്നു. ഈ പൂള് മൊത്തത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. അവിടെ കുട്ടികൾക്ക്, ലേഡീസിനൊക്കെ യൂസ് ചെയ്യാം. പിന്നെ ഇത് ബാക്കി എല്ലാവർക്കും നോർമലായി യൂസ് ചെയ്യുന്ന പോലെ നമുക്ക് ഈ ഭാഗത്തൊക്കെ യൂസ് ചെയ്യാം. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡാണ്. മോർണിംഗ് ഒരു 8 മണിയാകുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കിട്ടും. അപ്പോൾ നമ്മളടുത്ത ഈ വീട്ടിൽ 2 റൂം 5000-നാണ് നമുക്ക് കിട്ടിയത്. 2 അടിപൊളി റൂം 5000. അതുപോലെ തന്നെ കോട്ടേജ് എടുക്കുവാണെങ്കിൽ 6K വരും ഒരു കോട്ടേജിന്. അതുപോലെ 3 കോട്ടേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിപ്പോഴും വേണമെങ്കിൽ ജസ്റ്റ് പൂളൊന്ന് യൂസ് ചെയ്യാം. പിന്നെ ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അടിയിൽ. അത് ഏത് സമയത്ത് നമുക്ക് യൂസ് ചെയ്യാം. ഇത് പൂളിൻ്റെ ഒരു അടിപൊളി വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്കൊരു കായലുണ്ട്. പിന്നെ ഇവിടെ സർവീസ് ബോട്ടിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഒരു രക്ഷയില്ല, റിസോർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അപ്പോൾ നമ്മളെന്തായിട്ട് ഇന്ന് പൂളിൽ ചാടാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഇവിടെ പാർട്ടി ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ യൂസ് ചെയ്യാം. പാർട്ടി ഹാളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് ഈ സെറ്റപ്പ്. മൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ ഗൈസ്, നമ്മൾ പൂളിലേക്ക് ഇറങ്ങാൻ പോവായിരുന്നു. ബാ. തണുപ്പിട്. അടിപൊളി. പൂള് രക്ഷയില്ല. വീഡിയോ സ്റ്റാർട്ടിങ് തന്നെയല്ലേ? അതെ. രാവിലെ തന്നെ നല്ല തണുപ്പാണ് വെള്ളത്തിന്. അടിപൊളി വൈബാണ്. വൈബാണ്, നല്ല തണുപ്പാണ് വെള്ളത്തിന്. ഉള്ളാണ്. ഓ രക്ഷയില്ല വൈബ്. ഏത് മൂട്? പോളി മൂട്. അടിപൊളി വൈബാണ്. നിങ്ങൾ വീക്കെൻഡ് ഒക്കെ, അതായത് ഏതെങ്കിലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ, അല്ലേ അടുത്ത ഏതെങ്കിലും ഗെറ്റ് ടുഗദർ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റിയ സ്പോട്ടാണിത്. കാരണം അത്യാവശ്യം പ്രൈവറ്റാണ് ഈ സംഭവം. ഫുൾ പ്രൈവറ്റാണ് ഇവിടെ. ഫുള്ള് എന്താ പറയുക, അധികം വീടും കാര്യങ്ങളൊന്നും ഇല്ല. ഫുൾ പ്രൈവറ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു വീക്കെൻഡൊക്കെ അല്ലെങ്കിൽ മാസത്തിൽ ഒരിക്കലൊക്കെ നിങ്ങൾക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണിത്. നല്ല അടിപൊളി സ്പോട്ടാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്താ ചേർത്തെ? അടുത്ത പരിപാടി നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. റെഡി ആയിട്ടുണ്ട്. വീടിന്റെ പിറകിലേക്ക് പോകണം. അതെ, അവിടെയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അതെ, നമ്മളിപ്പം സമയം ഏതാണ്ടൊരു 8:30-9 മണി ആയിട്ടുണ്ട്. അപ്പം 10 മണിക്കാണ് ചെക്കൗട്ട്. അപ്പോൾ നമ്മളിപ്പം നേരെ ഇനി ഫുഡ് കഴിക്കുന്നു. ഫുഡ് കഴിച്ചോടെ നമ്മൾ ഇറങ്ങുന്നു. അപ്പം വേറെ ദിവസം വേറെ വ്ളോഗായിട്ട് ഇറങ്ങും ഗൈസ്. അപ്പോൾ അതുവരെയും. അതുപോലെ എനിക്ക് പറയാനുള്ള കാര്യം, എൻ്റെ ചാനലിൻ്റെ പേര് ട്രാവൽ ടൈൽസ് വിത്ത് റോഹിത് എന്നാണ്. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനലിൽ മെൻഷൻ ചെയ്യുക. അതെ, എൻ്റെ സുഹൃത്തിൻ്റെ ചാനലിൽ മൂൺ വാക്കർ വ്ളോഗ്സ്.
അപ്പൊ അത് നമ്മൾ ഈ വീഡിയോയിൽ മെൻഷൻ ചെയ്യും. അതെ, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അതെ, നമ്മുടെ ചങ്കിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പൊ അതിലും കുറെ വീഡിയോസ് ഉണ്ട്. മുന്നേ നമ്മൾ പോയ ട്രിപ്പിന് വീഡിയോസ് ഉണ്ട്. നമ്മള് ലാസ്റ്റ് നമ്മൾ എവിടെ പോയത്, നമ്മൾ 2 കൊല്ലം മുമ്പ് പോയ വ്ളോഗ്സ് ഒക്കെ അതിനകത്തുണ്ട്. നമ്മള് പോണ്ടിച്ചേരി പോയ വ്ളോഗ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ അതും മറക്കാതെ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. അപ്പൊ തുടങ്ങാം അല്ലേ? അത് മക്കളും കൊച്ചന്മാരും കൂടെ അയക്കും. ഗോപ്രോ അണ്ടർ വാട്ടർ ടെസ്റ്റ് ചെയ്യാൻ പോയാണ്. ഒരു പ്രാവശ്യം ഒന്നും ആവില്ല, സീലാന്ന് ഗൈസ്. ഗോപ്രോ ഓണർക്ക് പേടി വെള്ളത്തിൽ മുക്കാൻ. നമ്മള് ഗോപ്രോ വെള്ളത്തിൽ മുക്കാണ്. തല മാത്രമേ മുക്കിട്ട് രക്ഷയില്ല. നമ്മള് മറ്റേ സഞ്ജു ടെക്കിനെ പോലെ ഇത് അടിച്ചു നിൽക്കുന്നില്ല, അടിച്ചു പോകും. കയ്യിൽ പൈസ ഇല്ല കഴിച്ചു, അതുകൊണ്ട് കാണുന്ന സബ്സ്ക്രൈബ്സ് ആരെങ്കിലും സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇപ്പം വെള്ളത്തിൽ മുക്കും അല്ലേ? ഇല്ലെങ്കിൽ നമ്മൾ വെള്ളത്തിൽ മുക്കുന്നതാ. എല്ലാരും ശരത്തിന്റെ കോഡ് യൂസ് ചെയ്യുക. ഇതിന്റെ കോഡ് എന്താ? C2H4. അത് 10% ഡിസ്കൗണ്ട് കിട്ടും. അതവരെ അടിക്കണ്ടേ? അത് അവിടെ കോഡ്. അതുപോലെ നല്ല ചൂട് പൊറോട്ട റോള്. ഇതെന്താ പൊറോട്ട റോളോ? പൊറോട്ട റോള് വിത്തൗട്ട് ചായ്. ആദ്യത്തെ ഒരു ബൈറ്റ് എടുത്ത് നോക്കാം എങ്ങനെയുണ്ട്. എടുക്ക്. യെസ്, ഇതിനുള്ളിൽ നല്ല ചൂട് പൊറോട്ടയാണ്. ചിക്കൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. ചൂട് പൊറോട്ട തട്ട് നടത്തിയാണ്. ചിക്കൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. കഴിച്ചിട്ട് നമുക്ക് അഭിപ്രായം പറയാം. മെല്ലെ തിന്ന്, അണ്ണാക്ക് കൊള്ളും. അടിപൊളി. ശരിയും റേറ്റ് ചെയ്യും. 10 എത്ര കൊടുക്കാം? 10 8 കൊടുക്കാം. ബാക്കി 2 അവിടെ പോയി. യശോദേ